സാംസ് 142, സങ്കീർത്തനം 142. ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ദൈവം തമ്പുരാന് തൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മളോട് ചിലപ്പം സംസാരിക്കാറുണ്ട്. കാരണം അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകും. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാട്ടി കൂടുതലായിട്ട് നമ്മളിലുള്ള ജഡമാണ് കൂടുതൽ വളരുന്നത്. ആ സമയം കർത്താവ് വീണ്ടും പറയും, എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് വീണ്ടും പ്രാർത്ഥിക്കുവീനെന്ന് പറയും. കാരണം ഏതൊരു അഭിഷിക്തനും അഭിഷിക്തൻ്റെ പദവിയിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു യുദ്ധമുണ്ട്. ഇങ്ങനെയുള്ള ഞാനെന്ന ഭാവം മരിക്കാതെ ദൈവം തമ്പുരാൻ ഒന്നും ചെയ്യത്തില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ജഡവും കൂടെ മിക്സ് ചെയ്യാനൊക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് മണ്ടത്തരം പറ്റും. അതുകൊണ്ട് എന്തിനാണ് ഈ കിടന്ന് പ്രയത്നിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഫലവും ഇല്ല. ദൈവത്തെ അറിയുന്നവൻ എല്ലാം ദൈവത്തിലാണ് തുടങ്ങുന്നത് എങ്കിൽ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ കഴിവുള്ള ദൈവം വിശ്വസ്തനാണ്. പക്ഷേ കർത്താവിൽ തുടങ്ങുന്നത് പകുതിയാകുമ്പം ജഡത്തിലാകുന്നു എന്നുള്ളത് സംശയമില്ല. ഈ പ്രവചനം പറയുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുകയാണ്. ആദ്യം അവർ നല്ലതായിട്ട് പ്രവചനം ആത്മാവിൽ പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെത്താനെ ഇത് ചെയ്യാമെന്നുള്ളൊരു ചിന്ത വരുമ്പം ജഡം കയറി പറയും. അത് അബദ്ധങ്ങളാണ്. അത് മിക്ക പ്രൊഫസിയിലും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം ആരോടും പ്രൊഫസി ചോദിക്കാറേ ഇല്ല. കാരണം വചനം നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ തെറ്റുകൾ നമ്മൾ മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ അറിയാൻ വേണ്ടി ചുമ്മാതെ വെറുതെ ചെന്ന് കുഴി വീഴാനിടയാകരുത്. അതുകൊണ്ട് 142 ഇങ്ങനെയാണ്. ദാവീദിൻ്റെ ഒരു ധ്യാനമാണ്. ദാവീദ് ഗുഹയിലായിരുന്നപ്പോൾ കഷ്ടത നിറഞ്ഞ, അതായത് ദാവീദിനെ രാജാവാക്കുന്നതിന് മുൻപുള്ള കാലങ്ങളിലെ അവസ്ഥയിൽ ദൈവം അവനെ ഉലയിലിട്ട് തീ കത്തിച്ച് ശുദ്ധീകരിക്കുന്ന പോലെയുള്ള അവസ്ഥയാണ്. ശൗല് കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പം ദാവീദ് പറയുന്നതാണ്, ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. പുരുഷന്മാർ നിലവിളിച്ച് കരയുമ്പോൾ കൊണ്ട് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോടെ യാചിക്കുന്നു. അപ്പം മരുഭൂയാത്രയിൽ ഗുഹയിൽ കിടന്ന് എന്നാ കിടന്നടിച്ചാലും ആരും കേൾക്കാനില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ജോസഫിനെ തൻ്റെ അപ്പൻ അങ്ങേയറ്റം സ്നേഹിച്ച് മറ്റ് സഹോദരന്മാർക്ക് അതിനാൽ കുശുമ്പായി ഒരു നിലയങ്കിയ പദവിക്കനുസരിച്ച് അപ്പൻ്റെ ഏറ്റവും ഉന്നത സ്നേഹമുള്ളവനാകിയാൽ നല്ല വസ്ത്രം ഉടുപ്പിച്ച് അവനെ വിട്ടു. എന്ത് പറ്റി? അവൻ ഭക്ഷണം സഹോദരന്മാർക്ക് കൊണ്ടു കൊടുക്കാൻ പോയവനാണ്. പക്ഷേ അവനെ അവരെല്ലാവരും കൂടെ പിടിച്ച് അവൻ്റെ വസ്ത്രം ഊരി എന്നാണ് പറയുന്നത്. അവൻ്റെ വസ്ത്രം ഊരി അവനെ നഗ്നനാക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പൻ്റെ പൊന്നു മകനായിട്ടിരിക്കുന്നവൻ്റെ വസ്ത്രം അതുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ പൊന്നു മക്കളാകുന്ന നമ്മൾ നഗ്നതയിൽ ലജ്ജരായിട്ട് നടക്കുക നമ്മൾ മനസ്സിലാക്കുന്നില്ല. എത്ര വസ്ത്രം ഉടുത്താലും ലജ്ജിക്കുന്ന അവസ്ഥ നമ്മളിലുണ്ട്. കാരണം അത് എപ്പോഴാണ് എക്സ്പോസ് ചെയ്യുന്ന അറിയത്തില്ല. എല്ലാ മനുഷ്യർക്കും ഇതുണ്ടെന്ന് ഓർക്കണം, ആരും എക്സെപ്റ്റ് അല്ല. അപ്പോൾ അത് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തീയിലിട്ട് ശോധന ചെയ്ത് ശുദ്ധീകരിക്കാതെ അവനെടുത്ത് ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ശുദ്ധീകരിച്ചോന്ന് ചോദിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും. കുറച്ച് നാളത്തേക്ക് പിന്നെയും നമ്മൾ താഴോട്ട് പോകും. ഈ 103-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് 145 ആകുമ്പോഴത്തേക്ക് ഒരു കാലത്ത് നന്മ, പിന്നെ കഷ്ടം, നന്മ, പിന്നെ കഷ്ടം. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരേ സ്റ്റേജിൽ നിൽക്കുന്നില്ല. ദൈവം തൻ്റെ സ്നേഹം തരുമ്പോൾ നമ്മൾ അവനിൽ നിന്ന് മാറുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ദാവീദ് ഇവിടെ കരയുന്നത് എങ്ങനെയാണ്? എൻ്റെ ദൈവമേ, ഞാൻ നിന്നോട് ഉറക്ക നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോടെ യാചിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. അതാണ് ദാവീദിൻ്റെ സങ്കടം മുഴുവനും ദൈവത്തോടാണ് പറയുന്നത്. ജോസഫിനും അത് തന്നെയാണ് സംഭവിച്ചത്. ജോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇടുന്ന സമയത്ത് അവൻ്റെ വസ്ത്രം മൂരി അവനെ ഇടുമ്പോൾ അവൻ എത്ര ഉറക്കെ കരഞ്ഞെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര സഹോദരന്മാരുണ്ട്, ആരെങ്കിലും അവനെ സഹായിച്ചു? ഇല്ല. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ ആഴമേറിയ ഒരു തോട്ടല്ലേ അതിനകത്ത് വരുന്നത്. എത്രയോ 10-11 പേരുടെ നടുക്ക് ഈ കൊച്ചൻ കരയുമ്പോൾ അവന് വേണ്ടി അനുതാപമായിട്ട് ഒരാൾ പോലും നിന്നില്ല എന്നുള്ള സത്യം അന്ന് കാലത്ത്. ഇന്നും അത് ഒട്ടും മോശമല്ല. കർത്താവിൻ്റെ ആത്മാവെന്തോ പഠിപ്പിക്കാൻ നേരത്തെ നിന്നെ നഗ്നനാക്കി നിന്നെ ആക്കിയാൽ നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ള ഉറപ്പിന് വേണ്ടി നമ്മൾ ചില സാഹചര്യത്തിൽ കൂടെ പോകേണ്ടിയിരിക്കുന്നു. ദാവീദ് കരയുന്ന കാണുന്നു, ഇവിടെ ജോസഫ് ഉറക്ക നിലവിളിച്ച കാണുന്നു. ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് എത്ര നേരം ഉറക്ക കരഞ്ഞു കാണും? എത്ര ശബ്ദം പോകുന്നിടം വരെ കരഞ്ഞു കാണത്തില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കിണറ്റ് അവിടെ കടന്നുണ്ട് ജോസഫ് ഉണ്ടായിരുന്നെന്ന്? ഇല്ല. അവൻ്റെ ശബ്ദം പോകുന്നിടം വരെ അവൻ അവിടെ കിടന്ന് കരഞ്ഞു കാണണം. ഇതൊക്കെ ഓർക്കുമ്പോഴേ
മനുഷ്യൻ്റെ ഹൃദയം ഇത്ര കഠിനമാണ്. സഹോദരന്മാരൊന്നും ആ സമയത്ത് വന്ന് രക്ഷിച്ചില്ല. ഒരാൾക്ക് പിന്നെ രൂപേനെങ്ങാണ്ട് പിന്നെ രക്ഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒട്ടും ചെയ്തുമില്ല. പിന്നെ അതിലെ ബിസിനസ്സുകാർ പോയപ്പോൾ, അതായത് ഈജിപ്തിലുള്ള കച്ചവടക്കാർ ഈജിപ്തിലോട്ട് പോകുമ്പോൾ അവന് വിൽക്കുക ചെയ്തത്. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പറയുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ടോ. എൻ്റെ ഉള്ളിലെ വേദന നീ അറിയുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട സത്യം. എൻ്റെ വേദനിക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ, നീ എൻ്റെയും എൻ്റെ മക്കളുടെയും പാത അറിയുന്നുണ്ട്. ഞാൻ നടക്കുന്ന പാതയിൽ അവരൊരു കണി ഒളിച്ച്, നമ്മൾ നടക്കേണ്ടതായ പാത മുൻപിലോട്ട് പോകണ്ടേ, പക്ഷെ ഒരു കണി അവിടെ വെച്ചിരിക്കുന്നിടത്തോളം കാലം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിനകത്ത് ചെന്ന് വീണിരിക്കും. ഒരു കുഴി റോഡിൽ നമുക്ക് വേണ്ടി വെട്ടിവെച്ചോ, സാധാരണ ഇതിലെല്ലാം മനുഷ്യനകത്ത് വീഴും. അല്ല എങ്കിൽ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ വരണം ദൈവം അതിൽ നിന്ന് രക്ഷിക്കുവാൻ. അങ്ങനെ വീഴുമ്പോഴും ദൈവത്തിനൊരു പ്ലാനുണ്ട്. അവന് ഈ ജോസഫിനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം വട്ടക്കണറ്റിൽ ഇടണ്ടായിരുന്നു എന്ന്. ദാവീദിനെ നമുക്ക് ചിന്തിക്കാം ശൗൽ ഓടിക്കണ്ടായിരുന്നു എന്ന്. അതൊക്കെ എന്തിനാ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? സ്വയമായിട്ടുള്ള സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള ട്രെയിനിങ്. ഞാൻ നടക്കേണ്ട പാതയിൽ അവൻ എനിക്കൊരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ, ശരണം എനിക്ക് പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. എന്തൊരു നിസ്സഹായ അവസ്ഥയിലുള്ള കരച്ചിലാണ്. നീ ഒന്ന് നോക്കണമേ, ഒന്ന് കടാക്ഷിക്കണമേ, എന്നെ ഒറ്റ മനുഷ്യരറിയത്തില്ല. ഇവിടെ ഞാൻ ചത്താൽ എന്നെ ഒരുത്തർ അറിയത്തുപോലും, മരിച്ചതാരും അറിയത്തുപോലുമില്ല. അത്ര അതൊക്കെ ഈ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത്. ഇടതും വലത്തും സഹായിക്കാൻ ആളുകളുണ്ടേ എങ്കിലും ആരുമില്ലാത്ത അവസ്ഥയിൽ കൂടെ അല്ലേ പലപ്പോഴും നമ്മളും പോകുന്നത്. എല്ലാം ഉള്ളപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാർ കാണും. ഒന്ന് വീണ് നോക്ക്. ആ രോഗം വന്നിട്ട് നമ്മളൊന്ന് തളർന്ന് വീണെന്നിരിക്കട്ടെ, ആദ്യകാലങ്ങളിൽ ആൾ വരും, കുറച്ച് കഴിയുമ്പോൾ ആരും കാണത്തില്ല. ഈ അടുത്തിടെ തന്നെ നമ്മൾക്കറിയാവുന്ന ഒരാൾ ബോധം കിട്ടി വീണിട്ട് ആശുപത്രിയിലാക്കാൻ പോലും ആളുകളില്ലായിരുന്നു. സ്വന്തക്കാരിടതും വലതും ഉണ്ടായിട്ട് പോലും സഹായിക്കാൻ ആരും ചെല്ലാത്ത വണ്ണം വഴി അടഞ്ഞു പോകുന്നെങ്കിൽ ദൈവത്തിന് എന്തോ പ്ലാനുണ്ട്. ദൈവം അവരുടെ കണ്ണുനീര് കാണുന്നുണ്ട്. നമ്മളെങ്ങനെ എത്ര വൈരാഗ്യമുള്ളവരാണെങ്കിലും നമ്മുടെ ഭവനത്തിൽ ആർക്കെങ്കിലും പ്രയാസം വന്നാൽ തീർത്തും നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ സഹായിക്കാൻ കടപ്പെട്ടവരാണ്. അത് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇവിടെ ദാവീദ് എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നു. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്തെ എൻ്റെ ഓഹരിയുമാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ നിലവിളിക്കുകയാണ് ദൈവത്തിൻ്റെ. എൻ്റെ സങ്കേതം ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു. അതാന്ന് പറയുന്നത് ഈ 16-ാം സങ്കീർത്തനം, നീ എൻ്റെ ഓഹരിയാണ്, നീ എൻ്റെ അളവു നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുകയാണ്. കർത്താവ് പറയുന്നത് എൻ്റെ അവകാശത്തിൻ്റെയും, ഇങ്ങനെയാണ് സങ്കീർത്തനം 16:5 ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു, അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. കണ്ട, നല്ല ഉപദേശം തരുന്ന ദൈവമാണ് കർത്താവിന്. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണെന്ന്. അവനാണ് എനിക്ക് വേണ്ടി കരുതുന്നത്, അവനാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതേണ്ടത്, എൻ്റെ തലമുറകൾക്ക് വേണ്ടി കരുതേണ്ടത് അവനാണ്. ഇത് ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. അത് ദൈവത്തിന് നിർബന്ധമാണ്. വലതോട്ട് നോക്കിയത്, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്തെ എൻ്റെ ഓഹരിയുമാകുന്നു. ദൈവം നമ്മുടെ ഓഹരിയാണോ? അവനാണോ നമ്മുടെ ഡിപ്പോസിറ്റ്? അതായത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ഡിപ്പോസിറ്റ് അവൻ എന്നിൽ നിറച്ചു വച്ചിരിക്കുന്നത് അവൻ അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കാൻ വിശ്വസ്തൻ തന്നെ. ആണോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ചോദിക്കണം, ദൈവമേ, നിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എങ്കിൽ, അതാണ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. ഇത് 2 തിമോത്തിയിനകത്ത് ഏകദേശം 1:12 ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എൻ്റെ ഉപനിധി അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടിയുള്ള കരച്ചിലായിട്ട്, അതായത് വേറെ ആരും ആശ്രയിക്കാനില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ടില്ലേ? ഒരു മനുഷ്യർ സഹായിക്കാനില്ല, താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷേ
ആ സ്ഥിതി കൊണ്ടുവരുമ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് സഹായം ചെയ്തു തരും. അത്ര വിശ്വസ്തനായ ഒരു ദൈവമാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. അവൻ ഒരിക്കലും എനിക്ക് അസാധ്യമെന്ന് പറഞ്ഞ് മാറത്തില്ല. അവനെ ഒന്ന് വിളിച്ചു നോക്ക്, എൻ്റെ നിലവിളിക്ക് ചെവി തരയണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാനാകിയാൽ അവരുടെ കയ്യിൽ നിന്നിട്ട്. ഇത് തന്നെയാണ് ആവശ്യം. ഞാൻ ഏറ്റവും എളിമപ്പെട്ടു. എന്താണ് ഞാൻ പറയുന്നത്? ദൈവമേ, ഞാൻ എളിമപ്പെടുന്നു. ഒരു അമ്മയും മകനുമായിട്ടുള്ള ബന്ധത്തിൽ അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കൾക്ക് അനുഗ്രഹം വരത്തില്ല. അവരെ ബഹുമാനിക്കാത്തവരെ ദൈവം ഒരിക്കലും അനുഗ്രഹിക്കത്തില്ല. അങ്ങനെയുള്ളപ്പം നമ്മൾ അമ്മയപ്പന്മാരോട് എന്തെങ്കിലും ബലഹീനമായ വിധത്തിൽ സംസാരിക്കുക, അവരെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ക്ഷമ ചോദിക്കുക. അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സിൽ നമ്മൾ അവരെ ആരാധിച്ച് ആത്മാവിൽ കണ്ടുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്ന് ക്ഷമ ചോദിക്കണം. ദൈവത്തിന് നിർബന്ധമാണ്. ഈ പാപങ്ങൾ വെച്ചുകൊണ്ട് ദൈവം അനുഗ്രഹം തരത്തില്ല. കർത്താവിനെ അനുഗ്രഹം ഒഴുകുന്നതിന് മുമ്പേ ഒരു പാപബോധം, നീതിബോധം യേശു തന്നെ ഇട്ടുതരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതായത് നമ്മൾ ഇല വിളമ്പി വെച്ച് അല്പം മലിനത ആ ഇലയിലുണ്ടെങ്കിൽ നമ്മൾ ചോറ് വിളമ്പത്തില്ല. അത് മാറ്റി വെച്ച് പുതിയ ഇലയിടാൻ പറയും. അത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. പുതിയ സ്വഭാവം. ഇപ്പം സമ്മതിച്ചല്ലോ, ഞാൻ എളിമപ്പെട്ടെന്ന്. എന്താണ്? നമ്മൾ എൻ്റെ സ്വന്തം കഴിവിൽ എനിക്കൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദിൻ്റെ പ്രാണൻ വിളിച്ചു പറയാണ്, എൻ്റെ ദൈവമേ, ഞാൻ നിലവിളിക്കുന്നു, എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാർ, അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണം. അതായത് എന്നെ ഇന്ന് ശൗല് വന്ന് കൊല്ലാൻ സാധ്യതയുണ്ട്, പക്ഷേ എന്നെ ഇവിടുന്ന് പുറത്താക്കി രക്ഷിക്കണം. എന്തിനാണ്? നിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കാൻ. അതായിരിക്കണം നമ്മുടെ ജീവിതം. ഏത് കഷ്ടം വന്നാലും പ്രയാസം വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് മുറിക്കാതിരുന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇതിൽ നിന്നൊരു വിജയം കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കാൻ തക്കവണ്ണം, മഹത്വം കൊടുക്കാൻ തക്കവണ്ണം, നീ എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് മനുഷ്യർ കാണത്തക്ക വിധത്തിൽ നിൻ്റെ പ്രവർത്തനം എന്നിൽ ഉണ്ടായിരിക്കണം. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ. അവിടെ വെച്ച് ദാവീദ് നിർത്തുന്നില്ല. ഈ ഗുഹയിൽ നിന്ന് സ്ഥലത്തുനിന്ന് ആൾ മാറിയില്ല, പക്ഷെ ആത്മാവിൽ ഇത്രയും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉത്തരം ദൈവം ഉടനടി കൊടുത്തു. അതുകൊണ്ടാണ് ലാസ്റ്റ് സെൻറ്റൻസ് ഉത്തരമാണ്. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു ദൈവം തിരഞ്ഞെടുത്തവർ. അതാണ് ഒരു വിൻഡ്, ഒരു കാറ്റടിക്കും. അതായത് കാറ്റിൻ്റെ ജോലി ഷിഫ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ കാറ്റടിക്കുമ്പോൾ നല്ല ശക്തമായ കാറ്റ് വരുമ്പം ഫൗണ്ടേഷൻ തെളിഞ്ഞു വരും. ഉറപ്പുള്ള പാറയിലല്ലെങ്കിൽ വീട് വീണു പോകും. അത് കഴിഞ്ഞ് ഒരു സ്വിഫ്റ്റിംഗ് ഉണ്ട്. അതൊരു അരിപ്പയ്ക്കകത്തിട്ട് ഇടയുന്നത് പോലെ ഒരു ഇരിക്കുന്നുണ്ട്, വേണ്ടാതെ കതിരും പതിരും കൂടെ മാറ്റുന്നത്. അത് ദൈവം ചെയ്യുമെന്ന്. അത് കഴിയുമ്പോൾ ഒരു ഷൈനിങ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് നക്ഷത്രം പോലെ നീതി സൂര്യൻ്റെ മുമ്പിൽ അവൻ്റെ മുഖപ്രകാശം നമ്മുടെ മേലേട്ട് വരുന്നത്. അതൊന്നും ഒരു പിശാചിനും തൊടാനൊക്കത്തില്ല. അന്നേരം അറിയാം ആ തീയുടെ ശക്തി, യഹൂദയുടെ സിംഹത്തിൻ്റെ ബലം ആണോ, അത്ര അടുപ്പമുണ്ടോ. കഷ്ടങ്ങൾ കൊണ്ട് അവിടെ നിൽക്കാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും നിലവിളിയോടുകൂടെ കടന്നു പോവുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഓൾറെഡി വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞ് എത്ര ദിവസങ്ങളായിട്ട് ഒരേപോലെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവരെന്ന് വാ, എൻ്റെ ഇരിക്കെ വന്ന് അനുദപിച്ച് നീ എളിമപ്പെട്ട് എൻ്റെ അനുഗ്രഹം വാങ്ങിച്ചെടുക്കുക. ഹ്യൂമിലിറ്റി, അതായത് താണ നിലത്തെ നീരോട് അവിടെ ദൈവം കരുണ ചെയ്യത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് നിലവിളിക്കുകയാണ്. ദാവീദ് നിലവിളിച്ചു, ജോസഫ് നിലവിളിച്ചു, ദാനിയേൽ നിലവിളിച്ചു. കർത്താവെ, നിലവിളിച്ചിട്ടുള്ള ആരെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ വന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശൂനേംകാരത്തി സ്ത്രീ നിൻ്റെ മുമ്പിൽ വന്ന് നിലവിളിച്ചു. വിധവയായ സ്ത്രീ എലീശ പ്രവാചകൻ്റെ മുമ്പിൽ നിലവിളിച്ചു. വിധവയായ സ്ത്രീ ന്യായാധിപൻ്റെ മുമ്പിൽ നിലവിളിച്ചു. മഗ്ദലക്കാരത്തി ഒന്നും മിണ്ടാതെ കണ്ണുനീരോടെ അവളുടെ പാപത്തിന് ശമ്പളം മരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും നിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നതിനാൽ, അവളെ കൊണ്ടുവന്നതിനാൽ കണ്ണുനീരോടെ അവളുടെ ഉള്ളിലെ കണ്ണുനീര് മനസ്സിലാക്കി നീ അവൾക്ക് വേണ്ടി പാപമോചനം വരെ കൊടുത്ത് മരണത്തിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനാൽ ഏത് പാപത്തിനും
എത്ര ഞങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിൽ അത് ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുവപ്പാണെങ്കിൽ പഞ്ഞു പോലെ ആക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തത്തെ കാർമുകിൽ പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഉരുട്ടി മാറ്റുന്ന ദൈവമുള്ളതിനാൽ ഞങ്ങളുടെ പാപങ്ങളുടെ തലമുറകളുടെ പാപങ്ങളെ, മുൻതലമുറകളുടെ പാപങ്ങളെ ഉരുട്ടി മാറ്റി അടുത്ത തലമുറകളിലേക്ക് നിൻ്റെ അനുഗ്രഹത്തെ അയച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി, സ്തോത്രം. താവേ, കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വിനയപ്പെടുന്ന ഹൃദയം ഇട്ടുകൊടുക്കണം, എ ഹംബിൾ ഹാർട്ട്. അത് നിർബന്ധമായിട്ട് അപ്പച്ചനത് ഡിപ്പോസിറ്റ് ചെയ്യണം. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് വരും അപ്പച്ച. പരിശുദ്ധാത്മാവിൽ വിനയവും കൃപയും ദയയുമുള്ള ഒരു ഹൃദയം കുഞ്ഞുങ്ങൾക്ക് വീഴട്ടെ അപ്പച്ച. ഞങ്ങളുടെ തലമുറകൾ ദൈവത്തിൻ്റെ ആത്മാവിൽ സന്തോഷിക്കുകയും കർത്താവിന് മഹത്വം കൊടുക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിൻ്റെ അരയ്ക്ക് ഞങ്ങൾ അവരെ കെട്ടിവെക്കുക അപ്പച്ച. അതെൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കേണ്ടിയ ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടെ കടന്നു വന്ന് ദൈവത്തിൽ മഹത്വം കൊടുക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും തിരഞ്ഞെടുത്തതിന് സ്തോത്രം. ഈ വർഷം അത് സംഭവിക്കട്ടെ അപ്പച്ച. ഒരു ചോയ്സ് ഉണ്ട് കർത്താവേ, ഒരു തിരഞ്ഞെടുപ്പുണ്ട്, ഒരു വഴിയാത്രയുണ്ട് അപ്പച്ച. ആ യാത്രയിൽ നിൻ്റെ സാന്നിധ്യം കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാലിന് പ്രകാശമായിട്ട്, കാലിനൊരു ദീപമായിട്ട്, അവരുടെ പാതയ്ക്കൊരു പ്രകാശമായിട്ട് ഞാൻ തന്നെ കടന്നു ചെന്നിട്ട് ഇരുട്ടിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയൊരു വെളിച്ചമായിട്ട് നിൻ്റെ പ്രകാശം, നിത്യപ്രകാശം കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.